കോഴിക്കോട്ടേക്കാണ്. രാഹുൽ KV ഉണ്ടോ നമുക്കിപ്പം? രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ രാവിലെ തന്നെ ഈ കോഴിക്കോടുകാരെ സംബന്ധിച്ച് വളരെ ശുഭകരമായ ഒരു വാർത്തയൊന്നും അല്ല രാവിലെ. കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ മാസവും ഇത് ഈ വാണിജ്യ സിലിണ്ടർ വില കൂട്ടുന്നതാണ്. അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എങ്കിൽ കൂടി ഈ ഒരു വമ്പൻ കൂട്ടലായിപ്പോയി. 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോടുകാരെ സംബന്ധിച്ച് ഞാൻ ശുഭകരമല്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഈ കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഈ ഭക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനം ഭക്ഷണമാണല്ലോ. അപ്പോൾ എന്താണ് കോഴിക്കോടുകാരുടെ ഒരു നിലവിലെ പ്രതികരണം? എന്താണ്? ഇവർ ഈ വാർത്തയൊക്കെ അറിഞ്ഞു തുടങ്ങിയോ? സേതു, വാർത്ത അറിഞ്ഞിട്ടുണ്ട്. കാരണം ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണല്ലോ. ഏതായാലും 3 തവണ കുറച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഇടയ്ക്ക് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന അശോകേട്ടൻ്റെ ഹോട്ടലാണ്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരും. അശോകേട്ട, തിരക്കാന്നറിയാം, ഒറ്റ മിനിറ്റ്. ഇതിപ്പോൾ വാണിജ്യ സിലിണ്ടറിന് വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രതികരണം? വാണിജ്യ സിലിണ്ടറിന് ഇപ്പം വീണ്ടും ഇന്ന് ഒരു 50 രൂപേൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 15 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം 3 പ്രാവശ്യമായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും അത് ഇപ്പം നാളെ ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു വർധനവാണ് ഇപ്പോൾ വന്നത്. ഇനിയിപ്പം ബഡ്ജറ്റിൽ ഇപ്പം എങ്ങനെയാണ് വർദ്ധിക്കുകയെന്ന് പറയാൻ കഴിയില്ല. അപ്പം അതിപ്പം കച്ചവടക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ഭാരം തന്നെയാണ്. എന്തെങ്കിലും കുറച്ച് കൂടുകയാണെങ്കിലും അത് ഞങ്ങൾക്ക് ദിവസം കൂട്ടാൻ പറ്റില്ലല്ലോ, ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കൈമന്ന് സഹിക്കുക വേണ്ടത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞാലും അത് ഞങ്ങൾക്ക് അതിൻ്റേതായ ഇതിൽ കിട്ടുന്നുണ്ടാവും. കൂടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളെ നിത്യവരുമാനത്തിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഞങ്ങൾക്ക് സാധനത്തിന് നിത്യം വില കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോൾ 2-3 കൊല്ലം 4 കൊല്ലം കൂടുന്ന സമയത്തൊക്കെയാണ് ഞാൻ സാധനത്തിൻ്റെ വില വർധനവ് ഉണ്ടാകല്. ഇപ്പോൾ തന്നെ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ ചോറിനൊരു 5 രൂപയുടെ വർധനവും വെജ് ബിരിയാണിക്ക് ഒരു 10 രൂപയുടെ വർധനവുമാണ് വരുത്തിയത്. നിലവിൽ നമുക്കിവിടെ ഹോട്ടലിൽ എത്ര സിലിണ്ടർ ഡെയിലി എന്നാണ് ആവശ്യമായി വരുന്നുണ്ട്? എനിക്കിപ്പോൾ ഇവിടെ ഒരു ആഴ്ചയിലൊരു 4 സിലിണ്ടർ ഇവിടെ ആവശ്യമുണ്ട്. അത്രയുള്ള കച്ചവടമൊക്കെ വളരെ കുറവാണ്. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു സിലിണ്ടറൊക്കെ ഞങ്ങൾക്ക് വേണം. ഇപ്പം കച്ചവടമൊക്കെ കുറവായതുകൊണ്ട് ആഴ്ചയിലൊരു 4 സിലിണ്ടർ ആവശ്യമുണ്ട്. കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയൊന്നും നടത്തിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കൂട്ടുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊന്നും ഇപ്പം നടത്തിയിട്ടില്ല. കാരണം പൊതുവിലെ കച്ചവടം വളരെ മോശമാണ്. കച്ചവടം വളരെ കുറവുള്ളൊരു സമയമാണ്. ഇപ്പം വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നെങ്കിൽ ഉള്ള കച്ചവടം കുറയുക ചെയ്യാം. അതുകൊണ്ട് ഇപ്പം വില കൂട്ടുന്നതിനെ പറ്റിയിട്ടൊന്നും തീരുമാനമായില്ല. വലിയ പ്രതിസന്ധിയാണ്, എന്തായാലും ആണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇതിൽ തന്നെയാണ് ഹോട്ടൽ ഉടമകളുടെ പ്രതികരണങ്ങളൊക്കെ. മാസത്തിൻ്റെ തുടക്കത്തിൽ അതുപോലെ മാസത്തിൻ്റെ പകുതിയിൽ വില മാറ്റം വരുത്തുന്ന രീതിയിലാണ് നിലവിലുള്ള ക്രമീകരണം. അപ്പോൾ 3 തവണ കുറച്ചതിന് ശേഷം വീണ്ടും വില വർദ്ധിച്ചിരിക്കുന്നു. പ്രതിസന്ധി കൂടുക തന്നെയാണ് രാഹുൽ. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ പച്ചക്കറി വില, അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചത്. അപ്പോൾ അതും ഹോട്ടൽ മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഭക്ഷണങ്ങൾക്കൊക്കെ വില കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ നിർബന്ധിതരാവുകയൊക്കെ ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാണിജ്യ സിലിണ്ടർ വിലയും ഇത്രത്തോളം അത് ഒന്ന് കുറഞ്ഞു നിന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് ഈ 15 രൂപയോളം കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുകയാണ്.